മൃഗത്തിലും ഭൂമിയിലും സ്ഥലാധികാരവും പ്രാപിച്ച നസ്രയനായ യേശു കർത്താവിന്റെ നാമത്തിൽ ഏവർക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്നേഹവന്ദന കൃതിയാൽ പാസ്റ്ററിനെ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രസാദ് പാസ്റ്ററിനെ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുന്നതിനുള്ള നന്ദി കർത്താവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലെ അല്പസമയത്തെ ചിന്തയ്ക്കായി എന്റെ മനസ്സിൽ പ്രകാശിപ്പിക്കപ്പെട്ട ഒരു വേദഭാഗം. ജീവിതത്തിൽ ധാരാളം ചോദ്യങ്ങൾ നമുക്കുണ്ട്. ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങളില്ലാത്ത ഒരാരുമില്ല. ഇന്ന് രാത്രിയിൽ ഈ ചെറിയ മീറ്റിംഗിൽ നമ്മളായിരിക്കുമ്പോൾ, ദൈവവചനത്തിന് മുമ്പായിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ലൈഫിനെ സംബന്ധിച്ച്. വേദപുസ്തകത്തിന്റെ കാഴ്ചപ്പാടിൽ തിയോളജിക്കൽ ആയിട്ടുള്ള ഒരു വലിയ ചോദ്യമാണ് വൈ റൈച്ചിയസ് സഫർ? നീതിമാൻ എന്തുകൊണ്ട് കഷ്ടം അനുഭവിക്കുന്നു? അതൊരു പ്രശ്നസങ്കീർണമായ ചോദ്യമാണ്. ആ പ്രശ്നത്തിന് നമ്മളെ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് ഇയ്യോബിന്റെ പുസ്തകം. ആ ചോദ്യത്തിനും കാരണം ഇയ്യോബിന്റെ ബുക്കിനകത്തെ ഒരു പ്രമേയം നീതിമാൻ കഷ്ടം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. നീതിമാൻ കഷ്ടം അനുഭവിക്കുന്നു. ഈ നീതിമാൻ കഷ്ടം അനുഭവിക്കുന്നുള്ള വിഷയത്തിലേക്ക് ഞാൻ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള വലിയൊരു എക്സ്പോസിഷനോ ആ ചോദ്യത്തിനെ കുറിച്ചുള്ള വലിയൊരു അഡ്രസ്സോ അല്ല ഇന്ന് രാത്രി ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്നുള്ളതായ കർത്താവിന്റെ മനസ്സിൽ പ്രകാശിപ്പിച്ചതായ 42 അധ്യായങ്ങളുള്ളതായ ചില ചിന്തകൾ, എളിയ ചിന്തകൾ കർത്താവിൽ ആശ്രയിച്ച് നിങ്ങളുമായി പങ്കുവെക്കുവാൻ മാത്രമാണ് ഞാൻ ഒരുമ്പെടുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ഈ ബുക്കിലേക്ക് വരുന്നതിന് മുമ്പ് ജീവിതത്തില് പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്നത് ദൈവമക്കൾ മാത്രമല്ല. ഈ ലോകത്തിലുള്ള സകല ആളുകളും വിവിധകരമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. യുദ്ധങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. വയനാട്ടിലുണ്ടായതുപോലുള്ള വലിയ പ്രകൃതിയോട് ബന്ധമുള്ള വലിയ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക ആളുകളുണ്ട്. അതുപോലെ മറ്റു പല രീതികളിലും കഷ്ടം അനുഭവിക്കുന്നവരുണ്ട്. ഒരു കാരണം നമ്മൾ വീഴ്ച പറ്റിയ ഒരു ലോകത്തിലാണ്, ആകസ്മികതകൾ കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഒരു ദൈവവചനത്തെ സംബന്ധിച്ചിടത്തോളം അവരും ഈ ലോകത്തിന്റെ ഭാഗമാണ്. വീഴ്ച പറ്റിയ ലോകത്തിന്റെ ഭാഗമായതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രയാസങ്ങളും ചലഞ്ചസും ഒക്കെ അവരുടെ ജീവിതത്തിൽ നേരിട്ടെന്ന് വന്നേക്കാം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ ദൈവത്താൽ അനുവദിക്കപ്പെട്ടതായ പ്രശ്നങ്ങളും അങ്ങനെ വിവിധ രീതികളിൽ ഭക്തന്മാർ പ്രയാസപ്പെടുകയും പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എല്ലാ പ്രശ്നങ്ങളുടെയും പിറകിൽ പാപമല്ല കാരണം. എന്നാൽ അൾട്ടിമേറ്റ്ലി നമുക്കറിയാം, വേദപുസ്തകത്തിന്റെ കാഴ്ചപ്പാടിൽ വീഴ്ച പറ്റിയ ഒരു ലോകം, പാപനിമിത്തം മരണവും ദുഃഖവും ഒക്കെ ഉള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അൾട്ടിമേറ്റ്ലി പാപമാണ് കാരണം. എന്നാൽ എല്ലാ പ്രശ്നങ്ങളുടെയും പിറകിൽ പാപമാണെന്ന് പറയാൻ പറ്റത്തില്ല. സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പലവിധമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയെന്ന് വന്നേക്കാം. ഇപ്പൊ നെക്സ്റ്റ് ഇയ്യോബിന്റെ കേസിൽ ഇയ്യോബ് കഷ്ടത്തിലൂടെ കടന്നുപോയത് ഇയ്യോബിന്റെ പാപനിമിത്തമല്ല. പുസ്തകം വ്യക്തമാകുക. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു ശബത്തിൽ ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്നു. 38 വർഷമായി കുളക്കരയിൽ കിടന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ ശബത്തിൽ സൗഖ്യമാക്കിയിട്ട് അതിന്റെ 5:14 യേശു അവനോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്: പോക, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. അപ്പോൾ അവന്റെ ആ പ്രശ്നവും പാപവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് ആർഗ്യൂ ചെയ്യാം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം മറ്റൊരു ശബത്തിലെ സൗഖ്യമാണ്. അത് പിറവിയിലെ കുരുടനായ മനുഷ്യന്റെ സൗഖ്യമാണ്. അവിടെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു? അവര് പാപത്തെയും ഈ മനുഷ്യന്റെ പ്രശ്നത്തെയും തമ്മിൽ കണക്ട് ചെയ്യുക. ആരാണ് പാപം ചെയ്തത്? പിറവിയിലെ കുരുടനായതുകൊണ്ട് അവർ ചോദിക്കുക, അവന്റെ അമ്മയപ്പന്മാരാണോ? കാരണം ഇവൻ ജനിക്കുന്നതിന് മുമ്പ് അവൻ കുരുടനായിട്ടാണ് പിറന്നത്. അപ്പൊ അമ്മയപ്പന്മാരാണോ എന്ന് ചോദിക്കുക. എന്നാൽ കർത്താവ് പറയുന്നത്, ഈ കേസിൽ അവനോ അവന്റെ അമ്മയപ്പന്മാരോ അല്ല, ദൈവപ്രവൃത്തി അവങ്കിൽ വെളിവാകണം. അപ്പൊ നമ്മളെ കേസ് ബൈ കേസ് ഡിഫറെന്റ് ആണ്. എല്ലാ പ്രശ്നങ്ങളുടെയും പിറകിൽ പാപമാണെന്ന് പറയാൻ പറ്റത്തില്ല.
അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നീതിമാൻ എന്തുകൊണ്ട് കഷ്ടം അനുഭവിക്കുന്നു എന്നുള്ള വിഷയം. പാപം ചെയ്യാത്ത, ദൈവത്തോട് വിശ്വസ്ത ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ ജീവിതത്തിലെ പലവിധമായ ചലഞ്ചസിലൂടെ കടന്നു പോകുമ്പോൾ അതൊരു വലിയ ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുക. ഞാൻ പറഞ്ഞല്ലോ, വീഴ്ച പറ്റിയ ലോകത്തിൽ, താഴ്ച പറ്റിയ ലോകത്തിൽ, പാപത്തിന്റെ സാന്നിധ്യമുള്ള, തിന്മയുടെ സാന്നിധ്യമുള്ള ലോകത്തിൽ ജീവിക്കുമ്പോൾ ഭക്തന്മാർക്ക് സ്വാഭാവികമായി രോഗമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കടന്നുപോയെന്ന് വന്നേക്കാം. ദൈവത്താൽ അനുവദിക്കപ്പെട്ടതായ ചില ടണൽ എക്സ്പീരിയൻസസ് ജീവിതത്തിൽ ഉണ്ടായെന്ന് വന്നേക്കാം. എന്നാൽ ഇതൊന്നും അല്ലാതെ ജീവിതത്തിലെ നീതിയും വിശുദ്ധിയും ഒക്കെ സൂക്ഷിച്ചു പോകുന്ന സമയത്തും കാറ്റും കോളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് വന്നേക്കാം. അങ്ങനെയുള്ള ഒരു പ്രശ്നമാണ് ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഡീൽ ചെയ്യുന്നത്. നോക്കിയാൽ ഞാൻ ഇയ്യോബിന്റെ പുസ്തകം 42 ചാപ്റ്റേഴ്സ് ആണ്, 42 ചാപ്റ്റേഴ്സ്. അതിനകത്ത് ആദ്യത്തെ ഭാഗങ്ങൾ അതിന്റെ ഒരു പ്രൊലോഗ് ആയിട്ട് ചിന്തിക്കുന്നതിൽ കുഴപ്പമില്ല. പ്രൊലോഗ്, ലാസ്റ്റ് ചാപ്റ്റർ അതിന്റെ ഒരു എപ്പിലോഗ്, ഒരു കൺക്ലൂഷനാണ്. ജ്ഞാന സൂക്തങ്ങളുടെ ഭാഗമായിട്ടാ, വിസ്ഡം റൈറ്റിങ്ങിന്റെ ഭാഗമായിട്ടാ ഇയ്യോബിന്റെ പുസ്തകം വരുന്നത്. ഞാൻ പറഞ്ഞത്, ഞാൻ ഈ പുസ്തകത്തിന്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിക്കോ അല്ലെങ്കിൽ നീതിമാൻ കഷ്ടം അനുഭവിക്കുന്ന തീമിനെ പറ്റിയുള്ള എക്സ്പോസിഷനോ അല്ല. ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എന്നോട് ദൈവം സംസാരിച്ച, എന്നെ സന്തോഷിപ്പിച്ചതായ അല്ലെങ്കിൽ എന്നെ ചിന്തിപ്പിച്ചതായ ചില പാസേജുകളാണ് ഞാൻ നോക്കുന്നത്. ഇങ്ങനെ തുടങ്ങാം. നോക്കി, ആ ബുക്ക് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ. നല്ല ബ്യൂട്ടിഫുൾ നാരേറ്റീവ് ആണ് ബിഗിൻ ചെയ്യുന്നത്. സ്റ്റോറി ബിഗിൻസ്. ഓക്കെ, ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനായിരുന്നു, 1. 2, നേരുള്ളവനായിരുന്നു, ദൈവഭക്തനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു. 4 വിർച്യൂസ് ഇയ്യോബിന്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുമ്പോൾ 4 വിർച്യൂസ് കൊണ്ടുവരും. അവൻ നിഷ്കളങ്കനായ മനുഷ്യനാണ്. നമ്മളെ ഇത് ദൈവത്തിന്റെ ടെസ്റ്റിമണിയാണ്. അതിനുശേഷം നേരുള്ളവനായിരുന്നു, ദൈവഭക്തനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു. ഫാമിലി സ്റ്റോറിയിലേക്കോ ഇയ്യോബിന്റെ വെൽത്തിനെ കുറിച്ചോ ഇയ്യോബിന്റെ പ്രൊഫൈലൊക്കെ പറയാൻ തുടങ്ങുമ്പോഴേ ദൈവത്തിന്റെ പെർസ്പെക്റ്റീവിൽ ദൈവം പറയുന്നത് അവൻ നേരുള്ളവനായിരുന്നു, നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. നമ്മളൊരു അനുഗ്രഹീതനായ മനുഷ്യൻ, ദൈവത്തെ ബഹുമാനിക്കുന്ന, യാഗങ്ങൾ കഴിക്കുന്ന, യഹോവ ഭക്തനായ ഒരു മനുഷ്യൻ. ഓക്കെ, അതിന്റെ 2-ാമത്തെ അധ്യായം, അതിന്റെ താട്ട് വരുമ്പോഴത്തെ 1:10 ഇങ്ങനെ ഇരിക്കുന്ന അതിന്റെ 8-ാമത്തെ വാക്യം, യഹോവ സാത്താനോട് പറയാ, എന്റെ ദാസനായ ഇയ്യോബ്, ജോബ് മൈ സെർവന്റ്. ദൈവത്തിന് പോലും ഇയ്യോബിനെ കുറിച്ചുള്ള സാക്ഷ്യം ഇത്: എന്റെ ദാസനായ, ദൈവത്തിന്റെ പ്രമാണങ്ങൾക്കനുസരിച്ച് നടക്കുന്ന ഭക്തനായ ഒരു മനുഷ്യൻ, അനുഗ്രഹീതനായ ഒരു മനുഷ്യൻ. ഓക്കെ, അവിടെ എന്നിട്ട് ദൈവം താഴോട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ദോഷം വിട്ടകലുന്നവനും നിഷ്കളങ്കനും. അത് നാസ് വായിച്ച സാധനം ഇവിടെ ദൈവം റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. നിഷ്കളങ്കനും, നേരുള്ളവനും, ദൈവഭക്തനും, 4 കാറ്റഗറീസ് അവിടെ കൊണ്ടുവരുന്നുണ്ട്. സെയിം പിന്നെയും വരിക. ദൈവം ഇത് പറയുന്നത് നോക്കി, ദൈവപുത്രന്മാർ, അതിന്റെ 6-ാമത്തെ വാക്യം, ദൈവപുത്രന്മാർ, ദാറ്റ് മീൻസ് ദൂതന്മാർ ദൈവസന്നിധിയിൽ നിൽക്കാൻ ചെന്നു. ആ കൂട്ടത്തിൽ സാത്താനും ചെന്നു. എനിമിയായ, അക്യൂസറായ സാത്താൻ അവിടെ ചെയ്യുന്നത്. അപ്പൊ സാത്താനോടാണ് ദൈവം പറയുന്നത്, എന്റെ ഭക്തനായ ഇയ്യോബ്, അവൻ നേരുള്ളവനാണ്, നിഷ്കളങ്കനാണ്, ദൈവഭക്തനാണ്, ദോഷം വിട്ടകലുന്നതാണ്. നമുക്ക് സാത്താന്റെ മുമ്പിൽ പോലും ഇയ്യോബിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ സാക്ഷ്യം ശ്രദ്ധിക്കുക. അപ്പൊ നോക്കണം, അത്രയ്ക്കും ക്ലീൻ ആയ ഒരു മനുഷ്യൻ, നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ. ഞാനിത് വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, ഇത് ദൈവത്തിന്റെ സാക്ഷ്യമാണ്. ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ ഈവൻ സാത്താനോട് പോലും പറയത്തക്ക രീതിയിൽ നിഷ്കളങ്കനായ മനുഷ്യനാണെന്ന് പറയത്തക്ക രീതിയിൽ വിശുദ്ധിയോടെ ജീവിച്ച ഒരു മനുഷ്യൻ. എന്നാല് ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഈ 2-ാമത്തെ അധ്യായം തൊട്ട്, അല്ല അതിന്റെ 1:13 തൊട്ട് ഇയ്യോബിന്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ ഇയ്യോബ് കടന്നു പോവുക. എന്നാല് നമ്മൾ ഈ വായിച്ചതായ ഈ പ്രൊലോഗ് ശ്രദ്ധിക്കണേ. ഈ പ്രൊലോഗ്, അതായത് ഈ ഊസ് ദേശത്തുള്ള മനുഷ്യനുണ്ടായിരുന്നെന്നും ദൈവദൂതന്മാർ നിൽക്കുന്നതും സാത്താൻ അവരുടെ സന്നിധി ചേരുന്നല്ല, ഇൻവിസിബിൾ റെലമ. അതൊന്നും ഇയ്യോബ് കാണുന്നു കേൾക്കുകയോ ചെയ്യുന്നില്ല. പിന്നീട് ഇയ്യോബിന് വെളിപ്പെട്ട് കിട്ടിയതായിരിക്കാം അത്. അതുകൊണ്ട് ഈ കലാമറ്റീസ് ഉണ്ടാകുമ്പോൾ അതൊക്കെ യാദൃച്ഛികമായി സംഭവിച്ചു എന്നാണ് ഇയ്യോബിന്റെ മനസ്സിലേക്ക് വരുന്നത്.
ഇയ്യോബിന്റെ മനസ്സിലേക്ക്. ഞാനിത് വായിച്ചു ചിന്തിച്ചു, കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ അലട്ടുന്ന ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ. ഒന്ന്, ഈ ഇൻവിസിബിൾ റിലം നമുക്ക് അറിയത്തില്ല. എല്ലാം ഇൻവിസിബിൾ റിലം ആകണമെന്നില്ല. എന്നാൽ ഇയ്യോബിന്റെ ജീവിതത്തില് ഒരു പരീക്ഷയിലൂടെ ഇയ്യോബിനെ കടത്തി വിടുവാൻ തക്കവണ്ണം അദൃശ്യമായ ലോകത്തിൽ ദൈവവും സാത്താനും തമ്മിലുള്ളതായ ഒരു ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ ഒരു ഡയലോഗ് അവിടെ നമ്മൾ കാണുകയാണ്. എന്നാൽ ഇയ്യോബ് അത് കാണുന്നൊന്നുമില്ല, ഇയ്യോബ് അത് കേൾക്കുന്നുമില്ല. എന്നാൽ ഇയ്യോബിന്റെ ജീവിതത്തിലെ കഷ്ടതയുടെ പിറകിൽ, ഇങ്ങനെ ഒരു ദൈവത്താൽ അനുവദിക്കപ്പെട്ട പ്രശ്നങ്ങളുടെ പിറകിൽ ഇങ്ങനെ ഒരു ഇൻവിസിബിൾ റിലത്തിൽ നടക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പൊ ആ കാര്യങ്ങൾ ഇയ്യോബ് അറിയുന്നൊന്നുമില്ല. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഈ ബുക്കില് ഇയ്യോബ് ഒരു ദിവസം കേൾക്കുകയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി, ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടായി. എന്നാൽ നിങ്ങൾ നോക്കി, ഈ ബുക്ക് മറിച്ച് നോക്കിയോ, അതിന്റെ 42 ചാപ്റ്റേഴ്സിനകത്ത് 38ാമത്തെ ചാപ്റ്ററിലാണ് ഇയ്യോബിനോട് നേരിട്ട് ദൈവം സംസാരിക്കുന്നത്. അതുവരെ ഓൾമോസ്റ്റ് ഗോഡ് ഈസ് സൈലന്റ്. ഭക്തന്മാരുടെ എല്ലാം ഒരു പ്രശ്നം ഇതാണ്. പ്രതിസന്ധിയിലൂടെയും പ്രയാസങ്ങളിലൂടെ ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ ഗോഡ് ഈസ് സൈലന്റ്, ദൈവം സൈലന്റ് ആയിരിക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഇവിടെ നോക്കി, ഞാനിത് വായിച്ചപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ വായിച്ചപ്പോൾ നോക്കി, ദൈവം പൂർണ്ണമായും സൈലന്റ് ഒന്നുമല്ല. എന്നാൽ നോക്കിയ 4-3 വാക്യം, നീ പലരെയും ഉപദേശിച്ചു, തളർന്ന കൈകളെ ശക്തീകരിച്ചു, വീഴുന്നവരെ നിന്റെ വാക്ക് താങ്ങി, കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചു, ഇപ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ. ഇത് ഇയ്യോബിന്റെ ഫ്രണ്ട്സ് വന്ന് ഇയ്യോബിനോട് പറയുന്നതാണ്. അതുപോലെ തന്നെ 5-ാം അധ്യായത്തിന്റെ 17ാമത്തെ വാക്യം, ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, സർവശക്തന്റെ ശിക്ഷ നീ നിരസിക്കരുത്, അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു, അവൻ ചതയ്ക്കുകയും തിക്കായി. ഇത് ഇയ്യോബിന്റെ ഫ്രണ്ട്സ് സംസാരിക്കുന്ന. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, മേ ബി ആ ഫ്രണ്ട്സിലൂടെ ദൈവം സംസാരിക്കുന്നതായിരിക്കാം. എന്നാൽ ദൈവം നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇയ്യോബിനോട് സംസാരിക്കുന്നത് 38ാമത്തെ ചാപ്റ്ററിലാണ്. ഞാനത് മറ്റു ഭക്തന്മാരുടെ സ്റ്റോറീസ് നോക്കിയപ്പോൾ ജോസഫിന്റെ ജീവിതത്തില് ജോസഫ് ഒരു ടണൽ എക്സ്പീരിയൻസിലൂടെ കടന്നുപോയി. എന്നാൽ എല്ലാ ദിവസവും ദൈവം ജോസഫിനോട് വന്ന് ഞാൻ ആ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യപ്പെടുമെന്നോ, ആ കാരാഗ്രഹത്തിലും പോത്തിഫറിന്റെ വീട്ടിലൊന്നും റിപ്പീറ്റഡ് ആയിട്ട് ദൈവം സംസാരിച്ചായിട്ട് ടെക്സ്റ്റിനകത്തില്ല. ദൈവം ഒരു കൃപ ജോസഫിന് കൊടുത്തു, എന്നാൽ എപ്പോഴും ദൈവം സംസാരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഭക്തന്മാരെ അലട്ടുന്ന ഒരു പ്രശ്നം, ഈ അദൃശ്യമായ റിലം നമ്മൾ കാണുന്നില്ല. 1. 2, ദൈവം സൈലന്റ് ആയിരിക്കുമ്പോൾ ദൈവം എല്ലാം ഒരു ഫോഗിനകത്തെ പോലെ, മൂടൽ മഞ്ഞിനകത്ത് ദൂരക്കാഴ്ച മറഞ്ഞു പോകുമ്പോഴാണ് ഒരു ഭക്തൻ വിശ്വാസത്താൽ ജീവിക്കേണ്ട സാഹചര്യം കടന്നു വരുന്നത്. കാരണം ദൈവം നല്ലവനാണെന്നും ഞാൻ അനുഭവിക്കുന്ന ഈ സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവം വിശ്വസ്തനാണെന്നും ഒക്കെ വിശ്വസിച്ചുകൊണ്ട് മാത്രമേ ആ താഴ്വരയിലൂടെ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വെൻ ഗോഡ് ഈസ് സൈലന്റ്. എന്നാൽ 38ാമത്തെ ചാപ്റ്ററിൽ ദൈവം ഇയ്യോബിനോട് സംസാരിക്കുക. മറ്റൊരു ചിന്ത നോക്കിയേ, ഇവിടെ ഈ ഇയ്യോബിന്റെ വൈഫിന്റെ ഒരു ടോക്ക് ഉണ്ട്. അതിന്റെ 2ാമത്തെ ചാപ്റ്ററിൽ, 2ാമത്തെ ചാപ്റ്ററിൽ അതിന്റെ 8ാമത്തെ വാക്യമാണ്. അവൻ ഒരു ഓട്ടിൻ കഷ്ണം എടുത്തു, തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളയുക. നോ, ദാറ്റ് ഈസ് ആക്ച്വലി സൈറ്റാൻസ് വോയിസ്. അത് സാത്താന്റെ വോയിസ് ആണ് ഭാര്യയിലൂടെ സംസാരിക്കുക. അപ്പൊ നോക്കിയേ, ദൈവം സൈലന്റ് ആയിരിക്കുന്നത് മാത്രമല്ല, നോ, മിസ്അണ്ടർസ്റ്റുഡ്, മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുക എന്നുള്ളത്. ഇയ്യോബിന്റെ സുഹൃത്തുക്കൾ വന്നിട്ട് ഇയ്യോബിനെ സംസാരിക്കുന്ന, നിന്റെ ഭാഗത്ത് എവിടെയോ ഒരു പ്രശ്നമുണ്ട്, നിന്റെ ഭാഗത്ത് ഒരു പ്രയാസമുണ്ട്, നീ എന്തോ പാപം ചെയ്തു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ നീ കടന്നു പോകുന്നത് എന്ന് അവർ പറയുമ്പോൾ ആ വോയിസസ് ഒക്കെ വളരെ ഡിസപ്പോയിന്റിങ് ആയ വോയിസ് ആണ്. നോക്കിയേ, ഈ വൈഫ് പറയാ, ആ കഷ്ടതയുടെ പാരമ്യം കണ്ടിട്ട് യോബിനോട് അഡ്വൈസ് ചെയ്യുക, നീ എന്തിനാ ഇങ്ങനെ നിന്റെ ഭക്തിയെ നീ ത്യജിച്ചു കളയുക, ഈ പ്രശ്നത്തിലൂടെ നീ എന്തിനാ ദൈവത്തിന്റെ ഭക്തി മുറുകെ പിടിക്കുന്നത്, എന്നിട്ട് നീ പോയി മരിച്ചു കളയുക എന്നുള്ള അഡ്വൈസ്. ദാറ്റ് ഈസ് സൈറ്റാൻസ് വോയിസ് കമ്മിങ് ത്രൂ വൈഫ്. ഒരു ഭക്തൻ ഇൻവിസിബിൾ ആയ റിലം കാണാതിരിക്കുമ്പോൾ, ദൈവം സൈലന്റ് ആയിരിക്കുമ്പോൾ, മറ്റുള്ളവരിലൂടെ കേൾക്കുമ്പോൾ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും നെഗറ്റീവായ ചിന്തകളും ആശയങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആയി തീരാൻ ഒരു ഭക്തന് സാധ്യതയുണ്ട്. അങ്ങനെ ഇയ്യോബിന്റെ ബുക്ക് നമ്മളെ അഡ്വൈസ് ചെയ്യുന്നത് ഇങ്ങനെ സവിശേഷമായ യുണീക്കായ എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യാത്തതുപോലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരു ഭക്തന്റെ അനുഭവമാണ്. നോക്കിയേ, എന്നിട്ട് മറ്റൊരു കാര്യം നോക്കിയാൽ 4-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യമാണ്.
അത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഞാനത് വായിച്ചപ്പോൾ അതിങ്ങനെ എഴുതിയിരിക്കുന്നത്, പൊടിയിൽ നിന്ന് ഉത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത് പുഴു പോലെ ചതഞ്ഞു പോകുന്ന മനുഷ്യൻ. ഓക്കെ, ദ ടെമ്പറാലിറ്റി ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. മനുഷ്യന്റെ എക്സിസ്റ്റൻസ് നിസ്സാരത. ഇതൊരു വിസ്ഡം ബുക്കാണ്. പൊടിയിൽ നിന്ന് ഉത്ഭവിച്ച്, നമ്മുടെ ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രം 19ാമത്തെ വാക്യം, പൊടിയിൽ നിന്ന് ഉത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത്. ടൈൽസ് ഇട്ടാലും സിമെന്റ് തേച്ചാലും എല്ലാം ഇതെല്ലാം വെട്ടുകല്ലും ഇഷ്ടികയും ഒക്കെ, ഇതെല്ലാം മൺപുരകൾ തന്നെയാണ്. ഇതിനകത്തുള്ള കോമ്പൗണ്ട്സ്, ഈ ബോഡിയിലുള്ള കോമ്പൗണ്ട്സ് എല്ലാം ഈ ഭൂമിയിൽ നിന്ന് ലഭിച്ചതാണ്. മാത്രമല്ല പുഴു പോലെ ചതഞ്ഞരഞ്ഞു പോകുന്ന ടെമ്പറാലിറ്റി ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. നോക്കണമേ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. മനുഷ്യന്റെ നിസ്സാരത്വം, ദൈവം സൈലന്റ് ആയിരിക്കുന്നു, ഇൻവിസിബിൾ ആയ റിലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാതെ ഇതിന്റെ കോസസിനെ കുറിച്ച് അറിയത്തില്ല. കൺഫ്യൂസ്ഡ് ആയ ഫോഗ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നു. വീട്ടിലുള്ളവരും ഫ്രണ്ട്സും ഒക്കെ തിരിച്ചറിയാതെ പഴി പറയുകയും ദുഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയത്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം പ്രയാസം നിറഞ്ഞൊരു സാഹചര്യമാണ്. എന്നാൽ ഇത് നമ്മൾ കാണുന്നത് ഗോഡ് അലൗഡ്, ദൈവം കോസ് ചെയ്തെന്ന് പറയുന്നതിനേക്കാൾ God allowed Satan to interfere in the life of Job. ഇത് ചിന്തിച്ചേ, ഇവിടുത്തെ ഒരു പ്രശ്നം ഇതാണ്. നോക്കിയേ, അതിന്റെ 1ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്, 7000 ആടും 3000 ഒട്ടകവും 500 കാളയും 600 കഴുതയും. നോക്കണം, ഒരു വലിയ റിച്ചായ മനുഷ്യനാണ്. അവൻ ഭക്തനാണ്, നേരുള്ളവനാണ്, നീതിമാനാണ്, ദോഷം വിട്ടകലുന്നവനാണ്. എന്നിട്ട് ഈ സാത്താൻ ദൈവത്തോട് പറയുന്നതാണ്, വെറുതെയോ അവൻ ഭക്തനായിരിക്കുന്നത്. ദൈവം യോബുമായിട്ടൊരു കോൺട്രാക്ട് ഉള്ളത് പോലെയാ സാത്താൻ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കുന്നത് കൊണ്ടാണ് അവൻ നിന്നെ സേവിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരിക്കുന്നത് കൊണ്ടാണ്, പ്രകാശം ഉള്ളത് കൊണ്ട്, അവന്റെ എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട്, സൗഭാഗ്യത്തിലായിരിക്കുന്നതുകൊണ്ട്, കഷ്ടതയില്ലാത്തത് കൊണ്ട്, കണ്ണുനീരില്ലാത്തത് കൊണ്ടാണ് അവൻ ഭക്തനായിരിക്കുന്നത്. നീ അവനെ ഒന്ന് തൊടുക, ആ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നോക്കുക, അവൻ ഭക്തിയെ ത്യജിച്ചു കളയുമെന്നാണ് ഈ സാത്താന്റെ ചലഞ്ച്. അപ്പൊ നോക്കണം, ഈ പുസ്തകം നമുക്ക് പ്രൂവ് ചെയ്ത് തരുന്നൊരു കാര്യം, യോബിന്റെ ജീവിതത്തിൽ യോബ് വളരെ നിരാശപ്പെടുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്തപ്പോഴും ഈ പുസ്തകം പറയുന്നു, അവൻ അതരം കൊണ്ട് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആലോപിക്കുകയോ ദൈവത്തെ ത്യജിച്ചു കളയോ ഒന്നും ചെയ്യാതെ ഭക്തനായി തന്നെ തുടർന്നു എന്നായി പുസ്തകം നമ്മോട് പറയുന്നത്. അപ്പോ ഈ പുസ്തകത്തിലൂടെ നമുക്ക് തരുന്നൊരു മെസ്സേജ് ഇതാണ്: സാഹചര്യങ്ങൾ മാറിയാലും, കാലങ്ങൾ മാറിയാലും, പ്രതികൂലങ്ങൾ വന്നാലും, പ്രശ്നങ്ങൾ വന്നാലും, അതിനെല്ലാം നടുവിൽ ദൈവത്തെ മുറുകെ പിടിച്ച്, ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ആശ്രയിച്ച്, എല്ലാം നമ്മുടെ ലോജിക്കിന് മനസ്സിലാകാതിരിക്കുമ്പോൾ, ചില ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലാതിരിക്കുമ്പോൾ, ചില കാര്യങ്ങൾക്ക് വ്യക്തത ഇല്ലാതിരിക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ പഴിക്കുമ്പോൾ, ജീവിതത്തിൽ പല രീതികളിലൂടെ ചലഞ്ചസ് നേരിടുമ്പോൾ, ഒരു ഭക്തനായിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഈ കാര്യങ്ങളുടെ മേലെല്ലാം കൺട്രോൾ ഉള്ള സോവറിനായ ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതെന്ന് ഒരു ഭക്തന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, സുഖമുള്ള കാലത്തും കണ്ണുനീരിൻ കാലത്തും യേശു പോതുമയ്യ എന്ന് പാട്ടുകാരൻ പറയുന്നത് പോലെ ആ കാലങ്ങളിലൂടെയൊക്കെ നടന്നു പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വളരെ ശ്ലാഘനീയമായ കാര്യമാണെന്ന് ഈ ബുക്ക് നമ്മളോട് പറയുക. ഈ ബുക്ക് പറയുന്ന മറ്റൊരു കാര്യം ഇതാണ്. നോക്കി, അതിന്റെ 1ാമത്തെ അധ്യായത്തിലേക്ക് ഞാൻ വരികയാണ്. നോക്കി, ദൈവപുത്രന്മാർ ദൈവത്തിൽ നിൽക്കാൻ ചെയ്യുന്ന യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് പറഞ്ഞു. എന്റെ ദാസനായ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും യഹോവ ഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുള്ളൂ എന്ന് പറഞ്ഞു. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ യോബ് യഹോവ ഭക്തനായിരിക്കുന്നത്? ദൈവഭക്തൻ, നീ അവന്റെയും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? ഓക്കെ, അപ്പം ഇവിടെ മറ്റൊരു വലിയ കാര്യം കാണുന്നതാണ്, ദൈവം സർവശക്തനായ ദൈവമാണ്. എന്നാൽ സാത്താൻ സർവശക്തനല്ല, എന്നാൽ ശക്തനാണ്. സർവശക്തനല്ല, ദൈവം സർവശക്തനാണ്. ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഇന്റർഫെയർ ചെയ്യുവാൻ ശത്രുവിന് ദൈവം അനുവദിച്ചാൽ മാത്രമേ അവകാശമുള്ളെന്ന് ഈ ബുക്ക് നമ്മളോട് പറയുക. എന്റെ കാരണം, തന്റെ ഭക്തന്മാർക്ക് ചുറ്റും ഒരു വേലി കെട്ടിയിട്ടുണ്ടെന്ന് ഈ ബുക്ക് നമ്മളോട് പറയുക. നോക്കണമേ, നമുക്ക് കാണാൻ കഴിയാത്ത ഒരു തേജസ്സിന്റെ വേലി, ശത്രുവിന് തൊടാൻ കഴിയാത്ത ഒരു തേജസ്സിന്റെ ഫെൻസ് നമ്മളോടും നമ്മുടെ
യാത്രയോടും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ സഭയോടും കൂടെയൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു ആശ്വാസം തരുന്ന സന്ദേശമായ ഇന്ന് രാത്രിയിൽ ഈ ബുക്ക് വ്യക്തമായിട്ട് പറയാ. അവന് ചുറ്റും നീ വേലി കെട്ടിയിട്ടുണ്ട്. അവനുള്ളതിനെ ദൈവം അനുവദിക്കുന്നിടത്തോളം മാത്രമേ ശത്രുവിന് കടന്നു വരാൻ കഴിയത്തുള്ളൂ. അപ്പോ നമ്മൾ കടന്നു പോകുന്ന ഭക്തനായിരിക്കുമ്പോൾ, ദൈവത്തെ വിശ്വസിക്കുമ്പോൾ, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ അനുവദിക്കപ്പെട്ട പ്രതിസന്ധികളുടെ നടുവിൽ, ദൈവത്താൽ എല്ലാ പ്രതിസന്ധി ദൈവത്താൽ അനുവദിക്കപ്പെട്ടതാകണമെന്നില്ല, സ്വാഭാവികമായി സംഭവിക്കുന്നുണ്ട്. ദൈവത്താൽ അനുവദിക്കപ്പെട്ട പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ, കർത്താവ് ലാസറിന്റെ കല്ലറയിലേക്ക് നടന്ന് അവിടെ ചെല്ലുമ്പോൾ സഹോദരിമാരോട് പറയുന്നത് പോലെ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറയുന്നത് പോലെ, ദൈവത്താൽ അനുവദിക്കപ്പെട്ട സാഹചര്യങ്ങളുടെ നടുവിൽ ഭക്തിയോടെ ദൈവത്തിൽ ആശ്രയിച്ച് കാത്തിരിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി ദൈവത്തിന്റെ മഹത്വം അതിന്റെ മേൽ വെളിപ്പെടുത്തുമെന്ന് ഞാൻ ചിന്തിക്കുക. കാരണം ആ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ തുടക്കമുള്ളതുപോലെ തന്നെ ഈ ടണൽ എക്സ്പീരിയൻസിന് ഒരു അവസാനം ഉണ്ടെന്നും കൂടെ രാത്രി നാം തിരിച്ചറിയണം. കടത്തിവിടുന്ന ദൈവത്തിന് അത് കടത്തിവിടാൻ മാത്രമല്ല, കടന്നു പോകുന്ന ഭക്തന് കൃപ കൊടുത്ത് ബലപ്പെടുത്താനും അതിനൊരു അവസാനം കൊണ്ടുവന്ന് അവനെ അതിനേക്കാൾ ആയിട്ട് റിസ്റ്റോർ ചെയ്യാനും ദൈവത്തെ കൊണ്ട് പറ്റുമെന്ന് ഈ പുസ്തകം ഇന്ന് രാത്രി നമ്മളോട് പറയാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കടന്നുപോയ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തീച്ചൂളപ്പോൾ അനുഭവങ്ങളുടെയൊക്കെ നടുവിൽ നമ്മളെ ദൈവം പരിപാലിച്ചു, ദൈവം നമ്മളെ സൂക്ഷിച്ചു. താൽക്കാലികമായി ചിലപ്പോൾ ആ ഫെൻസ് ഒക്കെ ഒന്ന് പൊളിഞ്ഞു പോയാലും ദൈവം പൂർവാധികം അതിന്റെ സൂക്ഷിക്കുകയും നടത്തുകയും പരിപാലിക്കുകയും ചെയ്തു എന്നുള്ളത് രാത്രി നമ്മുടെ എല്ലാവരുടെയും സാക്ഷ്യമായിരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന ബിഥുന്യയിലും പൊന്തോസിലും ഒക്കെ ചിതറിപ്പാർക്കുന്ന ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കുന്ന ദൈവജനത്തെ പ്രബോധിപ്പിച്ച് ലേഖനം എഴുതുന്ന പത്രോസ് പറയാ, ദൈവശക്തിയാലാ നിങ്ങൾ കാക്കപ്പെടുന്നത്. ദൈവത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ ദൈവജനത്തിന്റെ മേലുണ്ട്. നമുക്ക് സ്വന്തം ശക്തിയാൽ ക്രിസ്ത്യ ജീവിതത്തിന്റെ യാത്ര ഓടിത്തീർക്കാൻ കഴിയത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ദൈവം നമ്മുടെ ഉള്ളിൽ നൽകി തന്നിട്ടുണ്ട്. ദൈവശക്തിയാൽ ദൈവം നമ്മളെ കാക്കപ്പെടുകയാണ്. അതുകൊണ്ട് കഥ പറഞ്ഞത്, പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിച്ചതിന്റെ കാര്യം അതാണ്. ഈ ദുഷ്ടലോകത്തിൽ ഇരുട്ടിനോടും പാപത്തോടും ലോകത്തോടും ഒക്കെ യുദ്ധം ചെയ്തുള്ള ക്രിസ്തീയ ജീവിത യാത്രയിൽ ഒരു ഭക്തന്റെ ധൈര്യം ദൈവശക്തിയിൽ ഞങ്ങൾ കാക്കപ്പെടുന്നു എന്നുള്ളതാണ്. രാത്രിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ, നമ്മുടെ കുടുംബത്തിന്റെ മേൽ, നമ്മുടെ ശുശ്രൂഷയുടെ സഭയുടെ മേൽ ദൈവശക്തിയുടെ ഒരു സൂക്ഷിപ്പുള്ളത് കൊണ്ട് നമ്മുടെ കാര്യങ്ങളെ ഉയർത്തി രാത്രി നമുക്ക് ദൈവത്തിന് ഒരു സ്തോത്രം പറയാം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് തന്നെ പ്രസംഗിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് പുറപ്പാട് പുസ്തകം. അതിന്റെ അങ്ങോട്ട് പോകുന്നു വേണ്ട, അവിടെ സ്റ്റേ ചെയ്താൽ മതി. നമുക്കറിയാവുന്ന പാസേജാ. ചെങ്കടൽ കടക്കുന്ന സമയത്ത് മുന്നിൽ ചെങ്കടലും പുറവിൽ ഫറവോന്റെ സൈന്യവും വരുമ്പോൾ മുമ്പിൽ പോയിരിക്കുന്ന തേജസ്സിന്റെ സാന്നിധ്യം ജനത്തെ ചുറ്റി പുറകോട്ട് പോയി രണ്ട് ക്യാമ്പുകളുടെയും ഇടയിൽ പോയി അത് അടുക്കാതെ വണ്ണം നിൽക്കുന്ന ഇസ്രായേലിന്റെ ക്യാമ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന യഹോവയുടെ വിശ്വസ്തതയെ നമ്മൾ പുറപ്പാട് ദിവസം 14 കാണുന്നുണ്ട്. തേജസ്സിന്റെ ഒരു അതിർവനം വിട്ടു അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇൻവിസിബിൾ ഒരു തേജസ്സിന്റെ പ്രൊട്ടക്ഷൻ, ആ ലോകത്തിനോ നമുക്ക് തന്നെയോ പോലും കാണാൻ കഴിയാത്ത ഒരു തേജസ്സിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് ഈ ബുക്ക്, ഇയ്യോബിന്റെ ബുക്ക് നമ്മളോട് പറയാം. ഇയ്യോബിന് ചുറ്റും ഇയ്യോബ് ഒരു പക്ഷേ ഒരു വേലി കെട്ടിയായിരിക്കാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് കണ്ടിരുന്നത് ഈ പത്തലിന്റെ ഒക്കെ വേലിയാണ്. എന്നാൽ ഇപ്പൊ എല്ലാം മതില് കെട്ടി എല്ലായിടത്തും തിരിക്കുന്നുണ്ട്. എന്നാൽ ആ വേലിയൊന്നുമല്ല, അതിനേക്കാളെല്ലാം വളരെ സ്ട്രോങ് ആയ തേജസ്സിന്റെ ഒരു അതിർവരമ്പ് യാത്രകളിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ട് എന്നുള്ളത് ഇന്ന് രാത്രി നമുക്കൊരു ആശ്വാസമാണ്. നമ്മളെക്കാൾ ശക്തനായ ഒരു ശത്രു നമുക്കുണ്ടെങ്കിലും സർവശക്തനായ ഒരു ദൈവത്തിന്റെ സൂക്ഷിപ്പ് നമ്മുടെ മേലുണ്ടെന്നുള്ളത് ഇന്ന് രാത്രി നമുക്കൊരു ആശ്വാസമായി തീരുവാനിടയാകട്ടെ. നോക്കിയേ, ഈ ടെസ്റ്റിനെ കുറിച്ച് ഈ ബുക്ക് നമ്മളോട് പറയുന്നത്, ഇയ്യോബിന്റെ ടെസ്റ്റ് ദൈവത്താൽ അലൗഡ് ആയിരുന്നു. ഇയ്യോബ് നീതിമാനായിരുന്നു, ഇയ്യോബ് ഭക്തനായിരുന്നു, ദോഷം വിട്ട് അകലുന്നവനായിരുന്നു. ടെസ്റ്റഡ്. ഞാൻ പറഞ്ഞല്ലോ, സാത്താന്റെ മുമ്പിൽ പോലും ദൈവം അത് ഏറ്റുപറയുക അയ്യോബിന്റെ സാക്ഷ്യം. അപ്പൊ നോക്കണം, അകത്തും പുറത്തും ഒരു ന്യൂനതയില്ലാത്തൊരു മനുഷ്യൻ. പേട്രിയാർക്സ്, പിതാക്കന്മാരുടെ കാലത്ത് അന്ന് പുരോഹിതന്മാരൊന്നുമില്ല, കുടുംബത്തിന്റെ ഹെഡ് തന്നെ യാഗം കഴിക്കുന്നത്. അതാണ് അബ്രഹാമിന്റെ ഒക്കെ ടൈമിൽ അയ്യോബ് ജീവിച്ചെന്ന് ചിന്തിക്കാം. അപ്പോ അങ്ങനെയുള്ള ഒരു കാലത്ത് ഭക്തിയോടെ ജീവിച്ചതായ ഒരു കുടുംബം ഇയ്യോബിന്റെ കുടുംബമായിരുന്നു. നോക്കി, ഇത് അലൗഡ് ആണ്, ഈ ടെസ്റ്റ് അലൗഡ് ആണ്. എന്നാല് ഈ ബുക്ക് നമ്മളോട് പറയുന്ന മറ്റൊരു കാര്യം നോക്കിയാൽ, ഞാൻ എന്റെ ചാപ്റ്റർ 42 എന്റെ എപ്പിലോഗിലേക്ക് വരിക, 42ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അതിന്റെ 9ാമത്തെ വാക്യത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗം,
ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, യഹോവ ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു. ഇയ്യോബിന്റെ മുഖത്തെ ദൈവം ആദരിച്ചു. നോക്കിയേ, ആ ഒരു പീരീഡിലൂടെ കടന്നു പോകാൻ അനുവദിച്ചെങ്കിലും അതിനപ്പുറത്ത് ആ കഷ്ടതയിലൂടെ കടന്നു പോകാൻ അനുവദിച്ചെങ്കിൽ അതിനപ്പുറത്ത് ദൈവം ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു. ഓർക്കണമേ, ടെസ്റ്റ് ടെമ്പററി ആണെന്ന് നാം തിരിച്ചറിയണം. ഈ പ്രതിസന്ധികൾ ടെമ്പററി ആണെന്ന് നാം തിരിച്ചറിയണം. ടണൽ എക്സ്പീരിയൻസസ് ടെമ്പററി ആണെന്ന് നാം തിരിച്ചറിയണം. ജോസഫിന്റെ ജീവിതത്തിലും ദാവീദിന്റെ ജീവിതത്തിലും ഇയ്യോബിന്റെ ജീവിതത്തിലും അബ്രഹാമിന്റെ ജീവിതത്തിലും പൗലോസിന്റെ ജീവിതത്തിലൊക്കെ ഇതെല്ലാം ടെമ്പററി ആയ സാഹചര്യങ്ങളിലൂടെയാണ് കടത്തി വിടുന്ന ദൈവം. അതിനുശേഷം നമ്മുടെ മുഖത്തെ ആദരിക്കുന്ന, ഒന്ന് ലിഫ്റ്റ് ചെയ്യുന്നതായ ഒരു സമയമുണ്ടെന്ന് ഈ ബുക്ക് നമ്മളോട് പറയുന്നു. നോക്കി, അതിന്റെ 42:9 അവസാനമാണ്. 10 അവസാനം ഇങ്ങനെ എഴുതിക്കുന്നത്, യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി, മുമ്പുണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. ഞാനൊരു പ്രോസ്പെരിറ്റി മെസ്സേജ് അല്ല ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ ബുക്ക് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ കഷ്ടങ്ങളിലൂടെ കടന്നു പോകാൻ അനുവദിച്ചെങ്കിലും ഡബിൾ പോർഷൻ ഓഫ് ബ്ലെസ്സിങ്, ഡബിൾ പോർഷൻ. നമ്മുടെ കർത്താവ് അത്രയ്ക്കും കരുണയുള്ളവനും വിശ്വസ്തനുമാണ്. ആ പ്രയാസങ്ങളിലൂടെ കടന്നു പോകാൻ അനുവദിച്ചെങ്കിലും ഒരു ഡബിൾ പോർഷൻ ഇയ്യോബിന് വേണ്ടി ദൈവം കരുതി വെച്ചു. ഒരു ഡബിൾ പോർഷൻ അവന് വേണ്ടി കർത്താവ് അനുവദിക്കാനിട. 12ാമത്തെ വാക്യം ഇങ്ങനെയാ എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തെക്കാൾ അധികം അനുഗ്രഹിച്ചു. നോക്കണമേ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകാൻ തൽക്കാലത്തേക്ക് കർത്താവ് അനുവദിച്ചു. ആ വലിയ മൂശയിലൂടെ, ടെസ്റ്റിംഗ് എക്സ്പീരിയൻസിലൂടെ, തെറ്റിദ്ധാരണകളിലൂടെ, സ്വന്തം ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒക്കെ വലിയ തീഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഭക്തനായ മനുഷ്യനാണ് ഇയ്യോബ്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തെക്കാൾ അനുഗ്രഹിപ്പാനിടയായി തീർന്നു. വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മൾ സാധാരണ പറയുന്നത് ആർക്കും കടക്കാരനല്ലാത്ത ഒരു കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ താൽക്കാലികമായി കടന്നു പോകാൻ അനുവദിച്ചെങ്കിലും സ്ഥിതിക്കെല്ലാം വ്യത്യാസം വരുത്താൻ ദൈവത്തെ കൊണ്ട് പറ്റും. ഞാൻ ചിന്തിക്കുക, പച്ചയായ മേച്ചിൽപ്പുറത്തിലൂടെ കടന്നു പോകാൻ അനുവദിച്ചെങ്കിലും വീട്ടിൽ വിരുന്നൊരുക്കുന്നതിന് ഇടയ്ക്ക് ഒരു താഴ്വരയുണ്ട് ആ സങ്കീർത്തനത്തിൽ. പച്ചയായ മേച്ചിൽപ്പുറത്തിൽ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് നടത്തുന്നു, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ബ്യൂട്ടിഫുൾ ആയ വേഴ്സസ് ആണ്. അതിന്റെ 5ാമത്തെ വാക്യം, അവൻ ശത്രുക്കൾ കാണുക എനിക്ക് വിരുന്നൊരുക്കുന്നു. അതിന്റെ ഇടയിൽ 4ാമതൊരു വാക്യമുണ്ട്. ആ വാക്യം, കൂരിരുൾ താഴ്വരയിൽ കൂടെ ഞാൻ കടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ല, കാരണം യഹോവയായ കർത്താവേ നീ എന്റെ കൂടെ ഇരിക്കുന്നുള്ള സാക്ഷ്യമാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, പച്ചയായ പുൽപ്പുറത്തിനും വീട്ടിലെ വിരുന്നിനും ഇടയിൽ ഒരു ചെറിയ താഴ്വരയുണ്ട്. ആ താഴ്വരയിലൂടെ കടന്നു പോകുന്ന ഭക്തന്മാർക്ക് അവരുടെ ജീവിതം ഷേപ്പ് ചെയ്യപ്പെടുന്ന അവിടെയാണ്. ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കുന്ന അവിടെയാണ്. ആ തകർച്ചകളുടെ നടുവിലാണ് ദൈവത്തിന്റെ സാന്നിധ്യം അവർ അനുഭവിക്കുന്നത്. ആ തകർച്ചകളുടെ നടുവിലാണ് അവരുടെ കാഴ്ചപ്പാടുകൾ മാറുന്നത്. ആ തകർച്ചകളുടെ നടുവിലാണ് അവരുടെ ദൈവത്തിലേക്കുള്ള അവരുടെ സ്വഭാവ രൂപീകരണം നടക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള താഴ്വരകളുടെ നടുവിലൂടെ കടത്തിവിടുമ്പോഴും അതിനപ്പുറത്ത് നമ്മളെ സഹായിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണെന്ന് ഇയ്യോബിന്റെ ബുക്ക് നമ്മളോട് പറയാം. നോക്കി, അതിന്റെ 16ാമത്തെ വാക്യം ഇങ്ങനെയാണ്, അതിനുശേഷം ഇയ്യോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു. ആഫ്റ്റർ ഓൾ ദീസ് തിങ്സ്, ആ താഴ്വരയിൽ ഇയ്യോബ് പട്ടുപോയില്ല. നീതിമാനും ഭക്തനുമായി. കൂട്ടുകാർ തെറ്റിദ്ധരിച്ചു, ഭാര്യ തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ റിജക്ട് ചെയ്ത് ദൈവത്തെ ത്യജിച്ചിട്ട് പോകാൻ പറഞ്ഞു, എങ്കിലും പിടിച്ചു നിന്നു വിശ്വാസത്തില്. ഞാൻ ഇത് വായിക്കുമ്പോഴൊക്കെ ഞാൻ പലപ്പോഴും ജോസഫിനെ പറ്റിയും ദാവീദിനെ പറ്റിയൊക്കെ ചിന്തിച്ചു, ഇയ്യോബിനെ പറ്റി ചിന്തിക്കുമ്പോൾ, ഈ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നേരിട്ട് സംസാരിക്കാൻ ഇച്ചിരി താമസിച്ചെങ്കിലും ആ കഷ്ടതയുടെ നടുവിൽ പിടിച്ചു നിൽക്കാൻ ഒരു കൃപ ഇയ്യോബിന് കർത്താവ് കൊടുത്തു എന്ന് ഞാൻ ചിന്തിക്കുക. ആ പൊട്ടക്കുഴിയുടെ അനുഭവത്തിലും പോത്തിഫറിന്റെ വീട്ടിലും കാരാഗ്രഹത്തിലും ഒക്കെ ജോസഫിന് ഒരു പിടിച്ചു നിൽക്കാൻ ഒരു കൃപ. നോക്കണേ, ഒരു കൂട്ടായ്മയില്ല, ഒരു സൂം മീറ്റിംഗ് ഇല്ല, ഒരു പാസ്റ്റർ ഇല്ല, ഒന്ന് വിളിച്ചു ചോദിക്കാൻ ആരുമില്ലാത്ത ഒരു സ്ക്രിപ്ചർ പോലും കയ്യിലില്ലാത്ത ഒരു കാലത്താ പോത്തിഫറിന്റെ വീട്ടിൽ ജീവിച്ചത്. ഒരു സ്ക്രിപ്ചറിന്റെ ഒരു ഫെലോഷിപ്പോ അല്ലെങ്കിൽ കരയണ്ട പ്രാർത്ഥിക്കാമെന്ന് പറയാൻ ആരുമൊക്കെ ഉള്ള സാഹചര്യത്തിലല്ല ജയിലിൽ ജീവിച്ചത്. ഇയ്യോബ് ഇങ്ങനെ ചുരുണ്ടുമ്പോൾ കുറച്ച് സ്നേഹിതർ വന്നിരുന്നു. ഞാനത് മുമ്പ് വായിച്ചപ്പോൾ ചിന്തിച്ചു. നോക്കി, ആ 2ാമത്തെ അധ്യായത്തിലേക്ക് ഞാൻ തിരിച്ചു വരിക. 2ാമത്തെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. നോക്കി, ഇയ്യോബിന്റെ സ്നേഹിതന്മാരെ പറ്റി പറയാം. അതിന്റെ 12ാമത്തെ വാക്യമാണ്, അവർ അകലെ വെച്ച് നോക്കിയാറെ അവനെ തിരിച്ചറിഞ്ഞില്ല. അവർ ഉറക്കെ കരഞ്ഞു, വസ്ത്രം കീറി, പൊടി വാരിയിട്ട് തലയിൽ വിതറി. അവന്റെ വ്യസനം അതിനെ കഠിനമെന്ന് കണ്ട് ഒരു വാക്കും മിണ്ടാതെ 7 രാപ്പകൽ ഈ ഫ്രണ്ട്സ് ഇയ്യോബിന്റെ കൂടെ ഇരുന്നു. ഇയ്യോബിനെ അവർ കുറ്റപ്പെടുത്തി, അവര് ഇയ്യോബിനെ റിബ്യൂക്ക് ചെയ്തു. ഇതൊക്കെ ശരിയാണെങ്കിലും
ഞാൻ ചിന്തിക്കുന്നു വളരെ ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. 7 ദിവസം വേറൊരാളുടെ വീട്ടിൽ പോയി അദ്ദേഹത്തിന് സങ്കടത്തിരിക്കാൻ 2024 എത്ര പേർക്ക് പറ്റും? നമ്മളൊരു കല്യാണത്തിന് വിളിച്ചാൽ പോലും ആളുകൾ വരുന്നത് ആ ഫുഡിന്റെ സമയം നോക്കിയാ. കാരണം അവർക്ക് അത്രയും തിരക്കാണ്. ഏതെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടായാൽ ഒരു ഫ്യൂണറൽ പോലും ഞാൻ ഒരു പാസ്റ്റർ എന്നല്ലേ കണ്ടിട്ടുണ്ട്. ആളുകൾ ഒന്ന് വന്നിട്ട് പോയാൽ പിന്നെ അവർ വരുന്നത് ആ കൃത്യസമയത്താണ്. കാരണം അത്രയ്ക്ക് ബിസിയാണ് നമ്മൾ. എന്നാൽ ആ ഏൻഷ്യൻ വേൾഡില് 7 ദിവസം ഇയ്യോബിന്റെ കൂടെ ഒന്നും മിണ്ടാതെ വന്നിരിക്കുന്ന ഈ സുഹൃത്തുക്കൾ ആത്മാർത്ഥ സുഹൃത്തുക്കൾ തന്നെയാണ്. അവര് വസ്ത്രം കീറുകയും തലയിൽ പൊടി വാരിടുകയൊക്കെ ചെയ്തു. പക്ഷെ അവർക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോയെങ്കിലും നോക്കി അവിടെ കൊണ്ടൊന്നും ഇയ്യോബ് അവസാനിച്ചില്ല. ദൈവം അവന്റെ മുഖത്തെ ആദരിച്ചു. അതിനുശേഷം 140 വർഷം അവൻ ജീവിച്ചിരുന്നു. നോക്കി, മക്കളെയും മക്കളുടെ മക്കളെയും രണ്ടും ഒന്നുമല്ല 4 തലമുറ വരെ കണ്ടു. ഏറ്റവും അവസാനത്തെ വാക്യം നോക്കി, ദാറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ വേഴ്സ് ഇൻ ദ ബുക്ക് ഓഫ് ജോബ്. അങ്ങനെ ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു. എന്നറിയാമോ? കാറ്റും കോളും അലയും തിരമാലകളും തെറ്റിദ്ധാരണകളും ഒക്കെ വന്നു പാസ്റ്ററെ, എന്നാൽ അതിന്റെ നടുവിലൊന്നും കർത്താവ് കൈവിട്ടില്ല. അതിന് ആ പ്രശ്നങ്ങളിലൂടെയും താഴ്വരകളുടെ ഒക്കെ ഞങ്ങളെ കുടുംബമായി കർത്താവ് കടത്തിവിട്ടു. എന്നാൽ ഒരു വിശാലതയിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു. ഒരു അനുഗ്രഹത്തിന്റെ സ്ലോട്ട് ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി. ഞങ്ങളുടെ തല കുനിഞ്ഞു പോകാതെ ഉയർത്തിപ്പിടിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഇടപെട്ടു. ഞങ്ങൾ സേവിക്കുന്ന ദൈവം വിശ്വസ്തനാ. ഞങ്ങൾ സേവിക്കുന്ന ദൈവം കരുണയുള്ളവനാ. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാ. ആ പ്രതിസന്ധികളുടെ നടുവിൽ പലപ്പോഴും പലരും ദുഷിച്ചപ്പോഴും പിടിച്ചു നിൽക്കാൻ ആവശ്യമായ കൃപ ഞങ്ങളുടെ വിശ്വസ്തനായ കർത്താവ് ഞങ്ങൾക്ക് തന്നതുകൊണ്ടാണ് ഞങ്ങളുടെ മുഖത്തെ ദൈവം ആദരിക്കുവാൻ ഇടയായത്. കരങ്ങളെ ഉയർത്തി ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് നമ്മുടെ ദൈവത്തിന് ഒരു സ്തോത്രം പറയാം. ഹല്ലേലൂയ. ടെസ്റ്റ് ടെമ്പററി ആണ്. അതിലൂടെ നടത്തുവാൻ ദൈവം വിശ്വസ്തനാണെന്ന് ഇന്ന് രാത്രി നാം തിരിച്ചറിയുവാനിടയാണ്. ഇയ്യോബിന്റെ പുസ്തകം നമ്മളോട് പറയുന്നത് മനോഹരമായ ചിന്തകളാണ്. മറ്റൊരു കാര്യം ഇവിടെ വന്നപ്പോൾ ഞാൻ ഇത് ക്രിസ്ത്യൻ ലൈഫുമായിട്ട് ഒന്ന് ബന്ധിച്ചപ്പോൾ പൗലോസിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഖത്തറിലാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും നമ്മളെല്ലാം പലവിധമായ ചലഞ്ചസിലൂടെ ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്നത്. എന്നാൽ പൗലോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാൻ നിങ്ങളോട് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റാ. റോമർ 8:18 ഞങ്ങൾ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് ഞങ്ങൾ എണ്ണുകയാണ്. ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് പാസ്റ്ററെ, ഞങ്ങൾക്ക് സങ്കടങ്ങളുണ്ട്. ഇയ്യോബിനെ പോലെ അൺയൂഷ്വലായ പ്രശ്നങ്ങളൊന്നുമില്ല, അൺയൂഷ്വലായ പ്രോബ്ലംസ് ഒന്നുമില്ല. എന്നാൽ ഞങ്ങൾക്കെല്ലാം പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് ഒരു പ്രത്യാശ കർത്താവ് തന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ഒരു 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 എസ്കറ്റോളജിക്കൽ ഒരു ഫ്യൂച്ചറിൽ ഞങ്ങൾക്കൊരു റിസ്റ്റോറേഷൻ ഉണ്ടെന്നും ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കപ്പെടുന്ന ഒരു കാലമുണ്ടെന്നും കർത്താവിനെ ഞങ്ങൾ കാണുമെന്നും യേശു കർത്താവിനോട് ഞങ്ങൾ ആയിരിക്കുമെന്നൊക്കെ ഉള്ള വലിയ ഗ്യാരണ്ടി കർത്താവ് ഞങ്ങൾക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിച്ചു, 90-80 വയസ്സുള്ള ജീവിതത്തെ കുറിച്ച് പൗലോസ് പറയാ, ഞങ്ങൾക്ക് വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നാ. എന്നാൽ 90 വയസ്സ് വരെ നിങ്ങൾ ഇതുവരെ വന്ന ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കി. എത്ര പ്രയാസം നിറഞ്ഞ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ കടന്നുപോയി. എത്രമാത്രം ഭാരമുള്ളതായിരുന്നു അതൊക്കെ. പിന്നെ എങ്ങനെയാ പൗലോസ് സാരമില്ലെന്ന് എണ്ണുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷേ ഒരു ത്രാസിന്റെ ഒരു തട്ടിൽ നമ്മുടെ ഭാരങ്ങൾ വെച്ചാൽ അത് താന്നു പോകും. എന്നാൽ മറുതട്ടിൽ അങ്ങേ ത്രാസിന്റെ അങ്ങേ തട്ടിലേക്ക് നിത്യതയുടെ തേജസ്സിന്റെ ഘനം വെക്കുമ്പോഴാണ് നമ്മുടെ ഈ അഫ്ലിക്ഷൻസ് എല്ലാം മൊമെന്ററി ആണെന്നും ചെറുതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഈ കാലങ്ങളിലെ സങ്കടങ്ങൾ സാരമില്ലെന്ന് തിരിച്ചറിയുന്നത് ഒരു ദിവസം കണ്ണുനീർ ഒപ്പാൻ കർത്താവ് വരുമെന്നുള്ളത് കൊണ്ടാണ്. വിശുദ്ധന്മാരുടെ കൂടെ അബ്രഹാമിനോട്, ഇസഹാക്കിനോട്, യാക്കോബിനോട് പന്തിയിലിരിക്കുന്ന പൗലോസിനോടും പത്രോസിനോടും ഭക്തന്മാരെ എല്ലാം കണ്ട് പ്രതിഫലങ്ങൾ വാങ്ങുന്ന മനോഹരമായ ഒരു ഫ്യൂച്ചർ ഇയ്യോബിന്റെ പിൻകാലത്തെ അനുഗ്രഹിച്ചതുപോലെ നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ട്. ദൈവസന്നിധിയിൽ നിന്നുള്ള പ്രാഗൽഭ്യം ഇന്ന് രാത്രി എത്ര വലുതാണ് നാം തിരിച്ചറിയാനുണ്ട്. നമുക്ക് അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണി. ഞാൻ കുറച്ചു മുമ്പ് ഈ മെസ്സേജിന് മുമ്പ് ഇങ്ങനെ ചിന്തിച്ചപ്പോഴത്തേക്ക് എന്നെ ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധിച്ചില്ല. എനിക്ക് എൻ്റെ യേശുവിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ മനോഹരമായ ഒരു പാട്ടുണ്ട്. ഈ മായാലോകം വിട്ടാൽ മതി, പരശില്പിയായി പണിത നഗരം അതിൽ പരനോട് കൂടെ വാഴാൻ പോയാൽ മതി. എത്ര ബ്യൂട്ടിഫുൾ ആയ പാട്ടാത്. എനിക്ക് എൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇയ്യോബിന്റെ പുസ്തകത്തിൽ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് നോക്കി. അതിന്റെ 19-ാമത്തെ അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ ഞാൻ ശ്രദ്ധിക്കട്ടെ. ഈ ഒരു ഫ്യൂച്ചർ ഹോപ്പ് ഈ ബുക്ക് നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട്. 19-ന്റെ 25-ാമത്തെ വാക്യമാണ്. ചാപ്റ്റർ 19:25 എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായവനെ കാണും.
ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് അവനെ കാണും. ഓക്കെ, ഈ പ്രയാസങ്ങളുടെ പോകുമ്പോൾ ഈ ഭക്തൻ മുന്നോട്ട് നോക്കി കാണുകയാ, എന്റെ ത്വക്കെല്ലാം ത്യജിച്ചു പോയിട്ട് ഈ നശ്വരമായ ഇതെല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ ഒരു ദിവസം എന്റെ വീണ്ടെടുപ്പുകാരനെ കാണും. വൺ ഡേ ഐ വിൽ സീ ഹിം. അന്യന്റെ കണ്ണുകൊണ്ടല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ കർത്താവിനെ കാണും. അതിനൊരു പാട്ടുണ്ടല്ലോ മലയാളത്തിൽ, അന്യനല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും, യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ. ഞാനിങ്ങനെ ചിന്തിച്ച പാട്ട്, ഈ പാട്ട്, എനിക്ക് എന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എത്ര മനോഹരമായ വേട്ട. ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ടാ യേശുവിനെ കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്? ഞാൻ എന്റെ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചു. കാരണം എന്താണെന്നറിയാമോ? അവൻ നമ്മുടെ സൃഷ്ടിതാവായ കർത്താവാ. സകലതും അവനെ കൂടാതെ അല്ല ഉളവായത്, അവൻ മുഖാന്തരമാ. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മളെ മെടഞ്ഞ കർത്താവിനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അവൻ നമ്മുടെ സൃഷ്ടിതാവ് മാത്രമല്ല, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ കൂടിയാണ്. നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ചീന്തി നമ്മളെ വീണ്ടെടുത്ത കർത്താവ്. അവൻ നമ്മുടെ സൃഷ്ടിതാവ് വീണ്ടെടുപ്പുകാരൻ മാത്രമല്ല, കഴിഞ്ഞ ജീവിതയാത്രയിൽ ഇന്ന് രാത്രി വരെ നമ്മളെ പോറ്റി പുലർത്തി അത്ഭുതകരമായ വഴി നമുക്ക് വേണ്ടി തുറന്ന മന്ന കൊണ്ടും കാടപ്പക്ഷി കൊണ്ടും രാത്രിയിൽ അഗ്നിസ്തംഭം കൊണ്ടും പകൽ മേഘസ്തംഭം കൊണ്ടും ഒക്കെ നമ്മുടെ കുടുംബത്തെ നടത്തി പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തത. അവൻ മഹാരാജാവായ കർത്താവാ. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാ. അവൻ ദൈവത്തിന്റെ ഓമന കുഞ്ഞാണ്. സകലത്തിന്റെയും കാരണഭൂതൻ അവനാ. നോക്കിയേ, എത്ര കാരണങ്ങൾ ഉണ്ടെന്നറിയാമോ യേശു കർത്താവിനെ കാണാൻ. അപ്പം പറയാ, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും, എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം. ഇങ്ങനെ ഒരു വലിയ പ്രത്യാശയും കൂടെ ഈ ബുക്ക് ഇന്ന് രാത്രി നമ്മളോട് പങ്കുവെക്കുകയാണ്. അപ്പൊ നോക്കണം, ക്രിസ്തീയ പ്രത്യാശ എത്ര വലുതാണെന്ന് രാത്രി നമുക്ക് ചിന്തിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലുണ്ട്, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഗാനം കിട്ടുവാൻ ഹേതുവാകുന്നു. ഈ പ്രയാസങ്ങൾ ഇതെല്ലാം മൊമെന്ററി അഫ്ലിക്ഷൻസ് ആണ്. എന്നാൽ ഇതിന്റെ നടുവിൽ നാം നിരാശപ്പെട്ടു പോകല്ല്, നാം പരിഭ്രമിച്ചു പോകല്ല്. അടുത്ത ആഴ്ച സഭായോഗത്തിന് വരത്തില്ലെന്ന് തീരുമാനിക്കരുത്, ഇനി പ്രാർത്ഥിക്കുന്നില്ലെന്ന് തീരുമാനിക്കരുത്. അതിന്റെ നടുവിലും ദൈവത്തെ കാത്തിരിക്കാൻ, ദൈവത്തിൽ ആശ്രയിക്കാൻ, ഈ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം തരാൻ എന്റെ ദൈവം വിശ്വസ്തന. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഉയരത്തിലുണ്ട്. താൽക്കാലികമായ പ്രതിസന്ധിയൊക്കെ ഈ താഴ്വരയ്ക്ക് ഒരു അവസാനമുണ്ട്. പിൻകാലത്തെ അനുഗ്രഹിപ്പാൻ, ഒരു വിശാലതയിലേക്ക് നടത്തുവാൻ, എന്റെ മുഖത്തെ ആദരിക്കാൻ എന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് രാത്രി നമുക്ക് ദൈവത്തിൽ ഉറയ്ക്കാം. മക്കളെ, മൺപുരകളിൽ പാർത്ത്, മണ്ണിൽ നിന്ന് മൺപൊടിയിൽ നിന്ന് ഉത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത് പുഴു പോലെ ചതഞ്ഞു പോകുന്ന നമ്മുടെ ടെമ്പറാലിറ്റി ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. എന്നാൽ അതിന് നടുവിലും ഒരു വലിയ ഉയർപ്പിന്റെ പ്രത്യാശ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെന്ന് നാം തിരിച്ചറിയണം. മറ്റൊരു ചിന്തയോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഓക്കെ, ഇവിടെ ഇയ്യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം പിൻകാലത്ത് അവന്റെ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുവാനിടയായി തീർന്നു. ആ സാഹചര്യങ്ങളൊക്കെ ദൈവം അവന് കൃപ കൊടുത്തു. റോമർ 8:28 ഞാൻ റിജോയ്സ് ഫെലോഷിപ്പ് പ്രസംഗിച്ച പാസേജ് ആണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന അറിയുന്നു. നമുക്കറിയാവുന്ന ഏത് പ്രതിസന്ധിയാണെങ്കിലും, അത് നഗ്നതയോ ആപത്തോ വാളോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതിനോ ഇതിനൊന്നും, ഇത് എന്ത് തന്നെ ആയിക്കോട്ടെ, ആ കഷ്ടതകളെല്ലാം നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിപ്പിക്കും. നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവസ്നേഹത്താൽ നിറയ്ക്കുന്ന, നമ്മളെ ഷേപ്പ് ചെയ്യുന്നതായ ദൈവത്തിന്റെ ആ വലിയ കരം, അതെല്ലാം സകലവും നന്മയ്ക്കായി തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി തീർക്കുന്ന, കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിന്റെ സ്വഭാവത്തോട് താഴ്മയുള്ളവരായി തീരുവാൻ, വിനയമുള്ളവരായി തീരുവാൻ, വിശ്വസ്തതയുടെ ലെസൺസ് പഠിക്കാൻ, പെർസിവറൻസ് സഹനം പഠിക്കുവാൻ, പ്രത്യാശ വർദ്ധിക്കുവാൻ, ദൈവസ്നേഹം വർദ്ധിപ്പിക്കുവാനൊക്കെ ഇടയാകത്തക്ക രീതിയിൽ ആ കുശവൻ ആ മൺപാത്രം മെനയുന്നത് പോലെ നീതിമാനെ കഷ്ടതയിലൂടെ കടത്തിവിടുമ്പോൾ അവന്റെ ജീവിതത്തെ ഷേപ്പ് ചെയ്യുന്ന, നിത്യതയ്ക്ക് ഒരു മനോഹര പാത്രമാക്കി അവനെ മാറ്റുന്ന, തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി തീർന്ന ദൈവത്തിന്റെ തേജസ്സിന്റെ കരം അതിന്റെ പുറകിലുണ്ടെന്ന് നാം തിരിച്ചറിയുവാനിടയാകട്ടെ. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ ജോസഫിന്റെ ജീവിതത്തെ കുറിച്ച് പരാമർശിച്ചിരുന്നുള്ള ജോസഫിന്റെ 37:22 ഒരു കുഴിയുണ്ട്. 28 കാരാഗ്രഹമുണ്ട്, 39 ജയിലുണ്ട്, ഇതെല്ലാം ഉണ്ട്. എന്നാൽ 50-ാമത്തെ ചാപ്റ്ററിന്റെ 19-ാമത്തെ വാക്യത്തിലാണ് ഈ കുഴിയും പോത്തിഫറിന്റെ വീട്ടിലെ തെറ്റിദ്ധാരണയും കാരാഗ്രഹവും ഒക്കെ 37-ലും 39-ലും ഒക്കെ ഉണ്ടെങ്കിൽ 50-ാമത്തെ ചാപ്റ്റർ 19-ാമത്തെ വാക്യത്തിൽ സഹോദരന്മാരുടെ ജോസഫ് പറയുന്ന ടെസ്റ്റ് മണിയുണ്ട്. നിങ്ങള് ദോഷത്തിനായിട്ട് അതൊക്കെ ചെയ്തേ. ദൈവം എന്തെന്നറിയാമോ?
ദൈവം അതെല്ലാം ഗുണമാക്കി തീർത്തു. നമ്മൾ സേവിക്കുന്ന ദൈവം എത്ര വലിയവനാണെന്ന് ആ പാസേജ് നമ്മോട് പറയാം. ആരെല്ലാം ദോഷം നിരൂപിച്ചാലും, ആരെല്ലാം ദോഷം പ്രവർത്തിച്ചാലും, ഇനി മേലധികാരിയോ ബോസോ അല്ലെങ്കിൽ അയൽക്കാരനോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരുമായിക്കൊള്ളട്ടെ, അവരൊക്കെ ദോഷം നിരൂപിച്ചാൽ, ഇനി കുഴിക്കാത്തിട്ട് കളഞ്ഞാലും തള്ളിക്കളഞ്ഞാലും, ഒരു ഉരുളക്കിഴങ്ങിന്റെ ചാക്ക് വിൽക്കുന്നത് പോലെ വിറ്റ് കളഞ്ഞാലും, എല്ലാം നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിപ്പിക്കാൻ കഴിയുന്ന ഉന്നതനായ ഒരു ദൈവ സ്വർഗത്തിലുള്ളത് കൊണ്ട്, ഹല്ലേലൂയ, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതുകൊണ്ട്. ഈ ടെസ്റ്റ് ടെമ്പററി ആണ്, എന്നാൽ അതിലൂടെ കടന്നുപോയി ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവരായിട്ട്, ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുമാറ് പ്രിയമക്കൾ എന്ന പോലെ കർത്താവിനെ പിൻപറ്റുന്നവരായി, നമ്മുടെ പ്രയാസങ്ങളെ നിരാശപ്പെട്ടു പോകാനിടയാകാതെ, സങ്കടപ്പെട്ടു പോയി പിന്തിരിഞ്ഞു പോകാനിടയാകാതെ, ദൈവത്തിൽ ആശ്രയിച്ച് ആ ദൈവത്തിൽ ഉറച്ചു നിന്ന് ആ ദൈവത്തിന്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് കർത്താവിന്റെ ആ സമയത്തിന് വേണ്ടി കാത്തിരിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആ വലിയ പ്രത്യാശയാൽ, തേജസ്സിന്റെ പ്രത്യാശയാൽ നമ്മുടെ കൊച്ചു ഹൃദയങ്ങളെ ഇന്ന് രാത്രി കർത്താവ് നിറയ്ക്കട്ടെ, പരിശുദ്ധാത്മാവിനുള്ള ആശ്വാസം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാ മഹത്വമാനും പുകഴ്ചയും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിരിക്കുന്ന ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.